എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ദിലീപിൻ്റെ ചിത്രം യെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ സിനിമ റിലീസായി ഒരുപാട് ആളുകൾ ഈ സിനിമയെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. ഒരുപാട് പേർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് പേര് ഈ സിനിമയെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും അതോടൊപ്പം തന്നെ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് നടക്കുന്ന ഭാഗ്യലക്ഷ്മിക്കെതിരെ ഒരു വധഭീഷണി, വധമെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഭീഷണി കോൾ വന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. പിന്നെ ഹൈപ്പ് വരുവാണെങ്കിൽ അതിലും കൂടെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക, ഒരു കുഞ്ഞ് ലൈക്ക് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ലാഗ് അടുപ്പിച്ച് നമ്മൾ കുളവാക്കി വധവാക്കി നശിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ആദ്യം നമുക്ക് ഭാഗ്യലക്ഷ്മി പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. പുള്ളിക്കാരി ദിലീപിനെതിരെ സംസാരിക്കുന്ന, അതിജീവിതയ്ക്കൊപ്പം ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷേ വേടന് സമ്മാനം കിട്ടിയ, മറ്റേ പുരസ്കാരം കിട്ടിയതിൻ്റെ അകത്തെ ജൂറി ഇവരായിരുന്നു. അപ്പോൾ വേടൻ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അതിജീവിതയ്ക്കൊപ്പമൊന്നുമില്ല. ഇതേ ദിലീപ് അഭിനയിച്ച രാമലീലയുടെ ഇദ്ദേഹത്തിൻ്റെ മാതാവായിട്ട് അഭിനയിച്ചവർക്ക് ഡബ് ചെയ്തത് ഇതേ ഭാഗ്യലക്ഷ്മിയായിരുന്നു. അപ്പോൾ അവർ അതിജീവിതയ്ക്കൊപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അതിജീവിതയ്ക്കൊപ്പം കേട്ടോ. ഇപ്പം ഇവർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ാണ് വന്നത്. 12/7 എനിക്ക് ഈ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നത്. അയാള് വിളിച്ച ഉടനെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കോള് വരുമെന്ന്. അത് കാരണം ഞാൻ പെട്ടെന്ന് കോള് വന്നപ്പോൾ എടുത്ത ഉടനെ ഇങ്ങനെ പല്ല് കട്ടിച്ച് പിടിച്ച് ഇങ്ങനെ വളരെ കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. എന്നിട്ട് നീ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയുവോടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറയും, ഇനിയും പറയും. അപ്പൊ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും? നീ ഒഴുക്കി എന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങ് കട്ട് ചെയ്തു, കോളങ്ങ് കട്ട് ചെയ്തു. അപ്പൊ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്തൊരു ചെയ്യും? നിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കും എന്നാണ് പുള്ളിക്കാരിയോട് പറഞ്ഞത്. അപ്പോൾ ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞ അപ്പോൾ തന്നെ പുള്ളിക്കാരി ഫോൺ എടുത്തു. ഹലോ റിപ്പോർട്ടർ വരൂ, ഹലോ ഏഷ്യാനെറ്റ് വരൂ, ഹലോ കേരള TV വരൂ, ഹലോ അമൃത വരൂ എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരു ഇതങ്ങ് കൊടുത്തു. 24 ഉണ്ട്, ന്യൂസ് മലയാളം ഉണ്ട്, റിപ്പോർട്ടർ ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും വിളിച്ചു വരുത്തി പറഞ്ഞു. പോലീസിലൊന്നുമല്ല നമ്മൾ ആദ്യം മാധ്യമപ്രവർത്തകരെ വിളിച്ചു. ഈ മാധ്യമപ്രവർത്തകർ അവിടെ വന്ന് ഈ ചോദ്യം ചെയ്യുമ്പോഴാണ് സംഭവം പറയുന്നത്. ഞാനത് കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള സാധനം ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോഴൊക്കെ നിങ്ങൾ വന്നു. അത് ഇനി സോഷ്യൽ മീഡിയയിൽ ഇട്ട് കണ്ടിട്ട് ഈ 24 റിപ്പോർട്ടറൊക്കെ ഇവരുടെ വീടിന് മുമ്പിൽ പെറ്റു കിടക്കണമെന്ന് എനിക്കറിയില്ല. നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. പ്ലേ ആകും. കഷ്ടിച്ച് കുറച്ച് സമയമേ സംസാരിച്ചുള്ളൂ. അധികം സംസാരിക്കാനുള്ള ഒരു സ്പേസ് 19 സെക്കൻഡ് കോള് പോയുള്ളൂ. പിന്നെ ഞാൻ കട്ട് ചെയ്തു. കാരണം ഇവിടെ പണിക്കാര് നിൽക്കുകയാണ്. അപ്പൊ അവരുടെ മുമ്പിൽ വെച്ച് തിരിച്ച് തെറി പറയാൻ അറിയാതെയായിട്ടൊന്നുമല്ല, പക്ഷെ നമ്മുടെ ഒരു സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. അപ്പൊ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നു, പണിക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. പക്ഷേ ഇതൊരു പെയ്ഡ് തന്നെയാണ്. ഇതൊരു വേറൊരു വിധത്തിലുള്ള ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയ വഴി നമ്മളെ കുറെ പേര് തെറി വിളിക്കുന്നു. അതിനു പുറമെ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചു തുടങ്ങി. തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ മറ്റുള്ളവരൊന്നും അയാൾക്കെതിരെ, സിനിമയിലുള്ള ആരും തന്നെ അയാൾക്കെതിരെ സംസാരിക്കുന്നില്ല. സിനിമയിൽ നിന്ന് ഞാൻ മാത്രമാണ് അയാൾക്കെതിരെ അതായത് ഞാൻ ദിലീപ് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ദിലീപ് ശരിക്കും ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ നമ്മുടെ കോടതി വിധിച്ച വിധിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ദിലീപ് തെറ്റുകാരനല്ല എന്നല്ല കോടതി പറഞ്ഞേ. തെളിവുകളുടെ അഭാവത്തിൽ, അല്ലെങ്കിൽ ദിലീപ് ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പുള്ളിക്കാരനെ കോടതി വിട്ടയച്ചത്. ഇനി ഈ ഭാഗ്യലക്ഷ്മിയെ വിളിച്ച കേസിലേക്ക് നമുക്ക് വരാം. ഈ വിളിച്ച ഫോൺ നമ്പർ പുള്ളിക്കാരി ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഫോൺ നമ്പർ ഞാൻ നോക്കിയപ്പോഴത്തേനും ദിലീപ് എന്തോ ഒരു സാമാനമൊക്കെ കിടക്കുന്നത്. സോ ദിലീപിൻ്റെ കടുത്ത ആരാധകനാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെല്ലാം ദിലീപ് ഉത്തരവാദിത്തം വഹിക്കണമെന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേനും ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ടുണ്ട്. ഈ ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമ ഒരു കലയായിട്ട് കാണുക, സിനിമയായിട്ട് കാണുക. നിങ്ങൾക്ക് കാണണോ വേണ്ടോ എന്നൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷേ ഇപ്പോൾ ദിലീപ് കോടതി തെറ്റുകാരനല്ലെന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് വിശ്വാസമില്ല. നമുക്ക് പുള്ളിക്കാരൻ തെറ്റുകാരനാണ്. പുള്ളിക്കാരനെ പിടിച്ചകത്തിട്ടില്ല, ജഡ്ജി തെറ്റ്.
പുള്ളിക്കാരനെ പിടിച്ചകത്തിട്ടില്ല, അവൻ തെറ്റ്, പുള്ളിക്കാരനെ പിടിച്ചകത്തിട്ടില്ല, സിനിമ തെറ്റ്, എല്ലാം നമ്മൾ വിമർശിക്കും. അപ്പോൾ ദിലീപാണ് ഈ ഒരു കാര്യം ചെയ്തതെന്നുള്ള കാര്യത്തിൽ കോടതിക്ക് തെളിയിക്കാൻ പറ്റിയില്ല. കോടതിയുടെ മുമ്പിൽ നിരത്തിയ തെളിവുകൾ വെച്ചിട്ട് ഇന്നയാൾ കുറ്റക്കാരനെന്ന് തെളിയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ, അല്ലാത്ത പക്ഷം നമ്മൾ കോടതി വിധിയെ വിശ്വസിക്കേണ്ടി വരും. ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് കോടതി അലക്ഷ്യം പോലത്തെ ഒരു സാധനമാണ്. ഒരുപാട് ആളുകൾ അന്ന് ദിലീപിനൊപ്പവും ഇന്ന് അതിജീവിതയ്ക്കൊപ്പവും നിൽക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ. ഒരാളെ ഞാൻ കാണിച്ചു തരാം. വിശ്വസിക്കുന്നു ദിലീപ് എന്നൊരു വ്യക്തി ഈ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്ന്. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അയാൾക്ക് ഇതിനകത്ത് ഒരു പങ്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ നടിയെ ആക്രമിച്ച കേസിനകത്ത് ഞാൻ നടിക്കൊപ്പമായിരുന്നു, ഇരയ്ക്കൊപ്പമായിരുന്നു. ഞാൻ നടിക്കൊപ്പമാണ്. അവർക്ക് നീതിയും ന്യായവും കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. പ്രതികളായിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണം, ഇരകളായിട്ടുള്ളവർ സംരക്ഷിക്കപ്പെടണം. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അത് കറക്റ്റാണ്. ഇരകളായിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണം, പ്രതികളായിട്ടുള്ളവർ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇതിനകത്ത് പൾസർ സുനിക്ക് കിട്ടിയ ഒരു സാമാനം വളരെ കുറഞ്ഞു പോയി എന്നൊരു ഫീൽ എനിക്കുമുണ്ട്. അയാൾക്ക് ഇച്ചിരി കൂടെ വലിയൊരു പണിഷ്മെൻറ്റ് കിട്ടാമായിരുന്നു. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ അതിജീവിത ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ അതിജീവിതയുടെ ഒരു ഫോട്ടോ വന്നതിൻ്റെ താഴെ വന്നൊരു കമൻ്റാണ് ഷഹീദോ, ഇവൻ്റെ പേരെന്തൊരു തേങ്ങയാണോ എന്തോ. ഇതാണ് ആ കമൻറ്റ്. ഇവൻ പറയുന്നത് പൾസറിൻ്റെ ഭാഗ്യം എന്നുള്ളതാണ്. ഇവനെ പോലുള്ളവന്മാർക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. ഇവൻ്റെ അമ്മയോ പെങ്ങളെയോ ആണ് ഇത്തരത്തിലുള്ള സാധനത്തിന് പോയിരുന്നെങ്കിലും അപ്പോഴും പറഞ്ഞേനെ. ഒരാൾ ഒരു പ്രശ്നം നേരിട്ടു, അയാൾക്ക് അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് അല്ലെങ്കിൽ അതിനെതിരെ അയാൾ നിന്നു. അത് വളരെ നല്ല കാര്യമാണ്. അതിജീവിതയെ നമ്മൾ അഭിനന്ദിക്കുന്നു. നമ്മളും അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നു. ഗൂഢാലോചന നടത്തിയത് ഈ പറയുന്ന പ്രമുഖ നടനാണെങ്കിൽ ഈ പ്രമുഖ നടനെതിരെ ആക്ഷൻ ഉണ്ടാകണം. പ്രമുഖ നടനല്ല മറ്റാരെങ്കിലും ആണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകണമെന്ന് തന്നെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി ഈ അതിജീവിത നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ പോസ്റ്റ്. ഞാൻ ആ പോസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. നമ്മുടെ മൈക്ക് ചാർജ് തീർന്നു, അതുകൊണ്ട് കേട്ടോ ഇത്ര വൃത്തിയുടെ സെറ്റപ്പായി പോയി. മൈക്കും തീർന്നു, ഹെഡ്സെറ്റും തീർന്നു. ഞാൻ ചെയ്ത തെറ്റ്, എനിക്കെതിരെ ഒരു ആക്രമണം നടന്നപ്പോൾ അതപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത്, നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയത്, അതേ അന്ന് സംഭവിച്ചതെല്ലാം വിധി എന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കാമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇത് എന്തുകൊണ്ട് അന്ന് പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത് പറയണം എന്നറിയാതെ ആത്മഹത്യ ചെയ്യാമായിരുന്നു. 20 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ രണ്ടാം പ്രതി പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ എടുത്തു കണ്ടു. അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് എന്നുകൂടി പറയാമായിരുന്നു. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ. നോട്ട് എ വിക്ടിം, നോട്ട് എ സർവൈവർ, ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ അതിജീവിത പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് അവർക്ക് നീതി ലഭിച്ചില്ല എന്ന് തന്നെയാണ് അവരും ഏറെക്കുറെ വിശ്വസിക്കുന്നതെന്നാണ് നമുക്കിത് മനസ്സിലാകുന്നത്. ഈ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മുടെ പ്രമുഖ നടനെ അനുകൂലിച്ചും പ്രമുഖ നടി എന്നെ പീഡിപ്പിക്കൂ എന്ന് പറഞ്ഞ് ഒരു സാധനമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുള്ള രീതിയിൽ പറഞ്ഞ സാധനമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊന്നും നമ്മൾ വകവെക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ആളുകളായാലും കുറേ ഫെമിനിസ്റ്റ് ചിന്താഗതികളൊക്കെ ആയിട്ട് നടക്കുന്ന മറ്റേ അറക്കലുണ്ടല്ലോ, അവരെ പോലുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ദിലീപാണ് ഇത് ചെയ്തതെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം നിങ്ങൾ പറയുക. ഇവർ പറയുന്ന കാരണം എന്താണെന്ന് പറയുമോ? അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവർക്കും അറിയത്തില്ല ദിലീപ് എന്ന്. ഇതാണ് ഇവർ പറയുന്ന കാരണം. ഈ വിധിപ്പകർപ്പ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടൊക്കെയാണ് ഈ പ്രമുഖ നടനെതിരെ ഈ കേസ് അല്ലെങ്കിൽ ഈ അലിഗേഷൻ തെളിയിക്കാൻ പറ്റാതായി പോയത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിനി സിനിമയിലേക്ക് വരാം. ഈ സിനിമ കാണരുത് എന്ന് പറഞ്ഞൊരു കൂട്ടം ആൾക്കാർ രംഗത്തിറങ്ങുന്നുണ്ട്, കാണണം എന്നും പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ രംഗത്തിറങ്ങുന്നുണ്ട്. ഇനി ഈ കാണരുതെന്ന് പറഞ്ഞ് കാണിക്കുന്ന കുറച്ച് പ്രഹസനങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ചേച്ചിമാരുടെയൊക്കെ മുഖം ശ്രദ്ധിച്ചോണേ. മുഖം ചിരിക്കുന്നു. ചേച്ചിക്ക് തമാശ. ഇത് എന്തരനാണ് ഇവരിവിടെ വന്ന് നിൽക്കുന്നതെന്ന് ഇവർക്ക് പോലും അറിയത്തില്ല. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതാ ചിരിക്കുന്നുണ്ടോ?
ഇവരെല്ലാം ചിരിച്ച് കളിച്ച് നിൽക്കുകയാണ്. ഇവർ ശരിക്കും അതിജീവിതയ്ക്കൊപ്പമൊന്നുമല്ല. ഇവർക്ക് എല്ലാവർക്കും ഈ നടിയുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരു പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതാണ്. ഈ അതിജീവിതയ്ക്കൊപ്പം മുമ്പേ ഭാഗ്യലക്ഷ്മി മാഡം വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിനിമ മേഖലയിൽ നിന്നും ഞാൻ മാത്രമേ ഉള്ളൂ അനുകൂലമായിട്ട് നിന്നതെന്ന്. പാർവതി തിരുവോത്ത് സിനിമാ മേഖലയിലുള്ള ആളല്ലേ? റീമ കല്ലിങ്കൽ സിനിമാ മേഖലയിലുള്ള ആളല്ലേ? ആസിഫ് അലി സിനിമ മേഖലയിലുള്ള ആളല്ലേ? ഈ പാർവതി തിരുവോത്തും ഈ പറയുന്ന പോലെ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുമെങ്കിലും ഈ വിധി വന്ന ദിവസം അവർ കുമുദ ഹാപ്പി അണ്ണാച്ചി ആ ഒരു സെറ്റപ്പിലാണ് പൊക്കോണ്ടിരുന്നത്. ഇനി നമ്മൾ ഈ സിനിമയിലേക്ക് വരിക. സിനിമ കണ്ടു, നല്ല അത്യുഗ്രം പടം, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല. എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ടത് ധ്യാൻ ശ്രീനിവാസൻ്റെ കുറച്ച് പരിപാടികൾ ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. അല്ലാതെ ഒരു സ്പൂഫ് എടുത്ത് വെച്ചതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഈ പടം ഫീൽ ചെയ്തത്. ഈ പടം കണ്ടു, കൊള്ളൂല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ ടേസ്റ്റിന് പറ്റിയ പടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. ഇതല്ല, അവൻ കോടതി വെറുതെ വിട്ടു, പക്ഷേ അവൻ പീഡകനാണ്. അവൻ്റെ പടം നമ്മൾ കാണത്തില്ല, അവൻ പീഡകനവൻ. ഇതാണ് സെറ്റപ്പ്. കോടതി വെറുതെ വിട്ടു, തെളിവുകൾ. ഇനി സംഭവിക്കാൻ പോകുന്നത് ജീവിതകാലം മൊത്തം ദിലീപ് കുറ്റവാളി അല്ല എന്ന് പുള്ളി തെളിയിച്ചാൽ പോലും ഒരു പക്ഷം ആളുകൾക്ക് അയാൾ കുറ്റക്കാരനാണ്. അത് നമുക്കറിയാലോ. അയാൾ ഗൂഢാലോചന ചെയ്തതാ. പൾസർ സുനിയും അയാളും കൂടി ഇരുന്നിട്ട് ഗൂഢാലോചന ചെയ്തപ്പോൾ ഞാൻ അതിൽ നിന്ന് കേട്ട് എനിക്കറിയാം അയാൾ തന്നെ എന്ന് വിശ്വസിക്കുന്നൊരു സമൂഹവും, അയാൾ തെളിയിച്ചല്ല അയാൾ കുറ്റക്കാരനല്ലെന്ന്, അയാൾ കുറ്റക്കാരനല്ല എന്ന് വിശ്വസിക്കുന്നൊരു സമൂഹം. ഏതായാലും ഇനി ജീവിതകാലം മൊത്തം തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഈ പറയുന്ന ദിലീപ് ഈ ഒരു പേരിക്കൊണ്ട് നടക്കണം. ഇനി ഈ സിനിമ കാണാൻ പോകുന്നവർ, നിങ്ങൾ ഈ പറയുന്ന ഇത് കാണണോ വേണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ പേഴ്സണൽ തീരുമാനമാണ്. അതിനൊന്നും ഞാൻ എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ കാണുന്നവർ എനിക്ക് പറ്റരുത്. എനിക്ക് ഈ പടം പേഴ്സണലി വലിയ ഇഷ്ടപ്പെട്ടില്ല. അതിനുള്ള പ്രധാന കാരണം ആദ്യം തന്നെ അവർ എഴുതി കാണിക്കുന്നുണ്ട്, നീ ഒന്നും ഇതിനകത്ത് ലോജിക്ക് നോക്കാൻ പാടില്ല, ഫുൾ മാഡ്നസ് ആണ്, ചുമ്മാ ഒന്ന് കണ്ടിട്ട് ഇറങ്ങി പോടേന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതിൻ്റെ സ്റ്റോറി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അവതരിപ്പിച്ചിരിക്കുന്ന രീതി ഇഷ്ടപ്പെട്ടില്ല. സെക്കൻഡ് ഹാഫ് അല്പം സൂപ്പറായിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് എനിക്ക് തീരെ അങ്ങോട്ട് ബോധിച്ചില്ല. പല പടങ്ങളിൽ നിന്ന് കട്ട് ചെയ്ത് അടർത്തിയെടുത്ത ചില ഈടുകൾ ചേർത്ത് വെച്ചൊരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ച് തമാശയൊക്കെ ധ്യാൻ ശ്രീനിവാസൻ്റെ ഭാഗത്ത് നിന്ന് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ്റെ കുറച്ച് പരിപാടികളൊക്കെ കൊള്ളായിരുന്നു. ലാസ്റ്റ് അത് ഞാൻ പറയുന്നില്ല, സ്പോയിലറോ എന്നാൽ പോട്ടെ. നമുക്കിനി ഏത് തരം ആളുകളാണ് ഈ പടം കാണേണ്ടതെന്ന് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്. ഇത് കാണുക, ഇത് കണ്ടിട്ട് നിങ്ങൾ പടത്തിന് പോവുക, ഇല്ലെങ്കിൽ എന്നെ പോലെ ബ്ലിങ്കസിയ എന്ന് പറഞ്ഞിരിക്കും. അതായത് വൈബ് ഓഡിയൻസിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ പോയതെല്ലാം മറ്റേ മാന്യന്മാരുടെ കൂടെ ആയിരുന്നേ. ആ ടീംസിൻ്റെ കൂടെ ഞാൻ പോയത്. അപ്പോൾ ഒന്ന് വൈബ് അടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് പടം വലിയ എൻ്റെ ഒരു ടേസ്റ്റിന് പറ്റിയ പടമല്ലാതെ തോന്നുന്നത്. നമുക്ക് ഏത് തരത്തിലുള്ള പടമാണ് ഈ പടം ഞാൻ കെട്ടിച്ചത്. സിനിമ കാണണം. കാര്യം അത് അതിനെ ഒന്നും പറയാൻ പാടില്ല എന്നാണ്. അതൊരു വളരെ ബപ്പ എന്ന് പറയുന്ന സിനിമ ആ പേര് പോലെ തന്നെ ഒരു ഭയഭക്തി ബഹുമാനം എന്നാണ്. അതൊരു എന്താ പറയുക, ഒരു മാഡ് ഫിലിമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു ലോജിക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചില ക്രിയേഷൻസ് ഉണ്ടല്ലോ. ഒരു പെയിന്റിങ് പോലെയോ ഒരു മോഡേൺ ആർട്ട് പോലെയോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്വീകരിക്കേണ്ട ഒരു സിനിമയാണ്. ഇങ്ങനെ ഒരു കഥ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നടന്ന ഒരു കഥയാണ്. അപ്പൊ ആ കഥയിലെ ഒരു കഥാപാത്രം, അങ്ങനെ ഒരു കഥാപാത്രം ലോകത്തുണ്ടാവില്ല. നമ്മളൊരു മേക്ക് ബിലീഫിലേക്ക് ആ കഥാപാത്രത്തിനെ കൊണ്ടുവരണം. അപ്പൊ തന്നെ അയാൾക്കൊരു വലിയ കാര്യം ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ചില അമർ ചിത്രകഥകളൊക്കെ വായിക്കുന്നത് അതിനെ നിങ്ങളെ വളരെ എന്റർടൈനിങ് ആയിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ ഭയങ്കര രസമുള്ള സിനിമയായിരിക്കും. അതല്ല, അതിനെ ഭയങ്കരമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇതിൽ എവിടെയാണ് ആർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ കാണാതിരിക്കുകയാണ് വേണ്ടത്. അത്രേ ഉള്ളൂ സംഭവം. ഒരു അമർചിത്രകഥ പോലെ, ഒരു ബാലരമ വായിക്കുന്ന പോലെ ഒരു ലോജിക്കും ഇല്ലാതെ ചുമ്മാ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെടും. പക്ഷേ ചിലപ്പം കയ്യൊക്കെ അടിക്കുന്ന വൈബ് ഓഡിയൻസിനോട് ഇത് കാണണം, അല്ലാതെ മാന്യന്മാരുടെ കൂടെ കാണല്ലേ ഇഷ്ടപ്പെടാൻ ഒരു സാധ്യതയില്ലെന്നാണ് എൻ്റെ ഒരു അനുമാനം. അല്പം എന്തൊക്കെയോ തമാശയൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിന് മുമ്പുള്ള പല പടങ്ങൾ കണ്ടാലേ ഈ പടത്തിലെ റെഫറൻസ് ആണ് ആ പടത്തിൽ വെച്ചേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മളെപ്പോലെ സിനിമ പ്രാന്തന്മാർക്ക് മനസ്സിലാവും, അല്ലാതെ വല്ലപ്പോഴും തിയേറ്ററിൽ പോയി സിനിമ ആണെന്നവർക്കൊന്നും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എന്തൊക്കെയാണ് ഈ വിഷയങ്ങളെയൊക്കെ കുറിച്ച്, ഈ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തി മറ്റു കിട്ടാൻ വരെ.